ഹായ് അസ്സലാമു അലൈക്കും. എന്താക്കുന്ന എല്ലാവർക്കും സുഖമല്ലേ? കുറേ ദിവസമായല്ല ഞാൻ മുണ്ടിയിട്ടിടാതെ മോളെന്നെ മുണ്ടിയിട്ടിടുന്ന കുറേ ദിവസമായി. അപ്പോൾ എല്ലാവരും കേൾക്കുന്നു, നീ എന്താ വീഡിയോ ഇടുന്നില്ലേന്നല്ലോ. അപ്പോൾ ഞാൻ എന്നെ ഇന്ന് മുണ്ടിയിട്ടിടാൻ വേണ്ടിയിട്ട് നമ്മൾ വലിയ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. നമ്മളെ പുരയിൽ എന്താക്കുന്നുള്ള അതാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളത്. വലിയ വീഡിയോ എടുത്തിട്ടൊന്നും നമ്മൾ ഇതാക്കുന്നില്ല. അപ്പോൾ നമ്മളെ പുരയിൽ എന്ത് കൊടുത്തിട്ടുള്ള അത് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് മത്തി കിട്ടിയിട്ടുണ്ടായി, നല്ല മുട്ട മത്തിയല്ലേ. ഇപ്പോൾ എല്ലാം മുട്ട മത്തി. കുറേ ആൾ മത്തിയൊന്നും കൂട്ടാത്തവരും ഉണ്ട്. മത്തിൻ്റെ അത്ര നല്ല വിറ്റാമിനുള്ള മീൻ വേറെ ഏതുമില്ല. മത്തി ഞങ്ങൾക്കെല്ലാം ഭയങ്കര ഇഷ്ടം മത്തി. അപ്പോൾ അതിൽ മത്തിൻ്റെ മുട്ടയുണ്ടല്ലേ, ആ മുട്ട നല്ല പാങ്ങല ഫ്രൈ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഞാൻ എന്താക്കി, പിന്നെ മുട്ട എല്ലാം മത്തിയെല്ലാം കൈയിട്ട് വൃത്തിയാക്കിയിട്ട് എടുത്തിട്ട് മത്തി ഫ്രൈ ആക്കാൻ വെച്ച് വേറെ, പിന്നെ ഈ മുട്ടനെയും ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മുട്ട ഫ്രൈ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ച് മത്തി ഫ്രൈ ആക്കുന്ന വേറെ ദിവസം ഞാൻ വീഡിയോ ആക്കിയിട്ട് ഇടാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, എന്നാൽ നമുക്കൊരു വീഡിയോ വേണമെന്ന് എഴുതിയിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നുള്ളത്. നമുക്കൊരു യൂട്യൂബർ ആകുമ്പോൾ നമുക്കൊരു വീഡിയോ വേണം, അത് എന്തായാലും നമുക്ക് കിട്ടിയിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ഇടണോ. അങ്ങനെ ഇപ്പോൾ മത്തിൻ്റെ മുട്ട ഞാൻ ഫ്രൈ ആക്കുന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം. ഈ മീനിൻ്റെ കറിക്കെല്ലാം ഇല്ല തേങ്ങ എണ്ണ നല്ല ടേസ്റ്റ്. അപ്പോൾ തേങ്ങ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കണം. തേങ്ങ എണ്ണ ഒഴിച്ചിട്ട് കൊടുത്ത് അത് നല്ല ചൂടായിട്ടാകുമ്പോൾ മീനിൻ്റെ മുട്ട അതിലേക്ക് ഇട്ടിട്ട് കൊടുത്ത് ഫസ്റ്റ് ഞാൻ മീനിൻ്റെ മുട്ട തന്നെ ഇട്ടിട്ട് കൊടുത്തിട്ട് കുറച്ച് വെന്തിട്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ ഫസ്റ്റ് തന്നെ നമുക്കില്ലേ മുളകിൻ്റെ പൊടി ഇട്ടിട്ട് കൊടുത്തിട്ടാകുമ്പോൾ അത് മുളക് കരിഞ്ഞിട്ട് പോകുന്നത്. അതിനെ കൊണ്ട് മുളകിൻ്റെ പൊടിയില്ല, കുറച്ച് ലാസ്റ്റ് ഇടണം. ഫസ്റ്റ് ഞാൻ ഉപ്പിൻ്റെ പൊടി ഇട്ട് ഉപ്പിൻ്റെ പൊടിയെല്ലാം ഇട്ടിട്ടായിട്ട് കുറച്ച് മുളകിൻ്റെ പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീർ മുളക് പൊടി, ഇത് എരിവില്ലാത്ത അത് കുറച്ചിട്ടിട്ട് കൊടുത്താൽ മുട്ടക്കെല്ലാം ഭയങ്കര മുളകൊന്നും വേണ്ട, കുറച്ചിട്ടിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് മുളകിൻ്റെ പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ട് നല്ല പാങ്ങലെ മിക്സ് ആക്കിയിട്ട് എടുക്കുന്നു. ഇത് കുറേ വേണമെന്നില്ല, നമുക്ക് മീൻ വേകുന്ന പോലെ കുറേ വേണമെന്നില്ല. മുട്ട രണ്ട് പ്രാവശ്യം ചൊല്ലിയിട്ടാകുമ്പോൾ തന്നെ മുട്ട വെന്തിട്ട് വന്ന്. ഇതിൽ 2 തരം മുട്ടയുണ്ട്. ഒന്ന് നല്ല തരിയുള്ള മുട്ടയും ഒന്ന് മറ്റേ മുട്ടയും രണ്ടുണ്ടല്ലേ. നിങ്ങൾക്കെല്ലാം ഏത് മുട്ട ഇഷ്ടമോ അല്ല കമൻ്റാക്ക്. എനിക്ക് ആ തരിയുള്ള മുട്ടയാണ് എനിക്കിഷ്ടം. അപ്പോൾ ഞങ്ങളിവിടെ എല്ലാവർക്കും ഒക്കെ തരിയുള്ള മുട്ടയാണ് ഇഷ്ടം, നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ അത് കുറച്ച് ജാസ്തി തന്നെ ഉണ്ടായില്ലേ, മറ്റേ മുട്ട കുറച്ചുണ്ടായത്. അപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അത് തരിയുള്ള മുട്ട തന്നെ കിട്ടിയല്ലേ. അതിൻ്റെ അടുക്ക് ഞങ്ങൾക്ക് ഗ്യാസില്ല, അപ്പോൾ അങ്ങനെ എല്ലാം പണി തരുന്നുണ്ട്. ഒരിക്കൽ ചെറുതാക്കുമ്പോൾ അത് ഓഫാന്ന്, പിന്നെ ഞാൻ അതിൽ ഓണാക്കുന്നു, ഓണാക്കുന്നു, അങ്ങനെ കുറേ വട്ടം ഞങ്ങൾക്ക് പണി തന്നു. ഗ്യാസിന് എന്തോ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് അപ്പം പണി തരുന്നുണ്ട്. അങ്ങനെ അത് ഗ്യാസിൻ്റെ അതെല്ലാം ഇതായിട്ടായിട്ട് പിന്നെ ഗ്യാസ് ഓഫായിട്ടാകുമ്പോൾ നമുക്ക് അറിയുന്നില്ല, നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കണം. ഗ്യാസ് ഓഫാന്ന് നമുക്ക് അറിയുന്നേ ഇല്ല, ഇത് എന്തോ അതിന് വ്യത്യാസം വന്നതിന് അതിനെ മാറ്റണം. അല്ലെങ്കിൽ നമുക്ക് അറിയാതെ നമ്മൾ ഇത് ഓഫായിനലിയിട്ട് ചെറുതാക്കിയിട്ട് നമ്മൾ ഓഫായിനലിട്ട് പോയിട്ടാകുമ്പോൾ ഗ്യാസ് ഫുള്ള് പാറിയിട്ട് നമ്മൾ തീ പിടിച്ചിട്ട് നമ്മൾ മരിച്ചിട്ട് പോകും, അങ്ങനെ ആവും. അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇത് റെഡി ആയിട്ടായിട്ട് ഞങ്ങൾക്ക് നല്ല സൈന തിന്നിട്ട് നോക്കണമല്ലിട്ട് നല്ല അതിന ഇല്ലേ എല്ലാം അറിയണമല്ലോ. അങ്ങനെ കുറേ പ്രാവശ്യം ആക്കിയിട്ട് നോക്കീനെ, കുറേ പ്രാവശ്യം ആക്കിയിട്ട് നോക്കിയിട്ടാകുമ്പോൾ കുരുമുളകിലാണ് ഇത് നല്ല ടേസ്റ്റ് ഉള്ളത്. കുരുമുളകിൻ്റെ പൊടിയിലിട്ടിട്ട് ടേസ്റ്റ് ഉണ്ട് നല്ല. അപ്പോൾ ഈ ഞാനിപ്പോൾ ഇട്ടിനത് മുളകിൻ്റെ പൊടിയിൽ കുരുമുളകിൻ്റെ പൊടിൻ്റെ അത്ര ടേസ്റ്റ് ഇല്ല. കുരുമുളകിൻ്റെ പൊടിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ കുരുമുളകിൻ്റെ പൊടി ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. അപ്പോൾ ഇത്ര തന്നെ വീഡിയോ. ബൈ, അസ്സലാമു അലൈക്കും.